ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത്. മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്നതാണ് ചിങ്ങം രാശി. ഇവർക്ക് വ്യാഴം ഇപ്പോൾ 12ാം സ്ഥാനത്തിൽ 18/10/2025 മുതൽ ഉണ്ടാകാവുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് ഇത്ര നാൾ വളരെ സന്തോഷജനകമായിട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം സ്ഥാനമാനങ്ങളെല്ലാം കിട്ടുക, അതുപോലെ വളരെ ഉദ്യോഗ ഭാഗങ്ങളിലാണെങ്കിലും അതുപോലെ ധനസ്ഥിതിയിലാണെങ്കിലും വളരെ ധനം ലഭിക്കുന്നൊരവസ്ഥ, ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുക. വ്യാഴം ജാതകത്തിൽ നല്ലതാണെങ്കിലാണ് കേട്ടോ. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ടായിരുന്നൊരവസ്ഥയാണ്. പക്ഷേ ഈ സമയത്ത് ഒന്നും ചിന്തിക്കാതെയോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചാണെങ്കിലും ശരി, പക്ഷേ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എടുത്തുചാടി ചെയ്യുന്നതോ അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്തിട്ടാണെങ്കിലും രണ്ട് കാര്യത്താലാണെങ്കിലും ധനം വഴിവിട്ട രീതിയിൽ വ്യയം ഉണ്ടാവാം. ആ കാരണത്താൽ ഒന്നില്ലെങ്കിൽ വാഹനം എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാതൃതുല്യരായിട്ടുള്ള ആൾക്കാർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ലോൺ അടക്കം എടുത്തു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വളരെ കറക്റ്റായ രീതിയിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ അടച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കാം. ഈ സമയം പാർട്ട്ണർഷിപ്പായിട്ടുള്ള ബിസിനസ് വരുന്ന കാര്യങ്ങളിലാണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർ ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പാർട്ട്ണറെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആ ബിസിനസ്സിൽ നിന്നും ഒരാൾ ഒഴിഞ്ഞു മാറുകയോ ഉണ്ടാവാം. അല്ലെങ്കിൽ അതേപോലെ വരാവുന്ന പ്രശ്നം വേറുള്ള ആരെങ്കിലും ജീവിതത്തിലേക്ക് നിങ്ങളുടെ സെക്യൂരിറ്റിയിലേക്ക് കടന്നു വരിക. അപ്പോൾ അതവിടെ കുടുംബ പ്രശ്നം ഉണ്ടാകാനുള്ള ഇടയും ഉണ്ടാക്കാം. കൂടാതെ അഷ്ടമത്തിലെ ശനി മരണസദൃശമായിട്ടുള്ള കഷ്ടങ്ങൾ കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര തന്നെ നല്ലത് ചെയ്താലും ഇതിനു മുന്നേ ചിലവഴിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കോ അതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ദുഃഖം തരുന്നൊരവസ്ഥ ഉണ്ടാവാം ഈ കുറച്ച് ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ വ്യാഴം വീണ്ടും 11ാം ഭാവത്തിലേക്ക് വരുന്ന അവസ്ഥയിൽ മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ നല്ല ഗുണങ്ങൾ ഉണ്ടാവാം. പക്ഷേ അത് കഴിഞ്ഞാലും തിരിച്ച് ഇവിടേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞു വെച്ചാൽ ആ പ്രശ്നം ഒഴിവാക്കാം. ഇവർക്ക് അതുപോലെ ധനസ്ഥിതിയിൽ ബാങ്ക് ലോണ് കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. രാജകീയമായിട്ടുള്ള ജീവിതമെല്ലാം ജീവിക്കുന്ന ആൾക്കാരാണ് ചിങ്ങരാശിക്കാർ. അപ്രതീക്ഷിതമായിട്ട് അതുപോലെ വീട്, വാഹനങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ആ സമയത്തുണ്ടാകാവുന്ന, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അവിടെ വർക്കേഴ്സായിട്ട് വരുന്നത്, പണിക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് വല്ലതും സംഭവിക്കാതെയോ അല്ലെങ്കിൽ ആപത്തുകൾ വല്ലതും വരാതെയോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ വാഹന യാത്രകളിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണത്. ശുഭം.